കാര്യവിചാരകത്വം എന്നതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം. മത്തായി എഴുതിയ സുവിശേഷം 25-ാം അധ്യായം 14 മുതൽ 46 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. താലന്തുകളുടെ ഉപമയും അന്തിമ വിധിയുടെ മുന്നറിയിപ്പും രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗമാണിത്. കാര്യസ്ഥൻ, ഉത്തരവാദിത്വം, ദൈവരാജ്യം ഇവയുടെ പഠിപ്പിക്കലാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. താലന്തുകളുടെ ഉപമയിൽ തന്റെ ദാസന്മാരെ താലന്ത് ഏൽപ്പിച്ചിട്ട് ദൂരദേശത്തേക്ക് പോകുന്ന യജമാനൻ. 2 പേർ തങ്ങൾക്ക് ലഭിച്ച താലന്തുകൾ വിവേകപൂർവം വിനിമയം ചെയ്തു. എന്നാൽ 3-ാമത്തെ ദാസൻ അവന്റെ താലന്തുകൾ കുഴിച്ചിടുകയും ചെയ്തു. യജമാനന്റെ മടങ്ങിവരവിൽ തള്ളപ്പെട്ടു പോകുന്ന ദാസനായി അവൻ മാറി. ഓരോ വ്യക്തികൾക്കും അതുല്യമായ താലന്തുകളും വിഭവങ്ങളും ദൈവം ഭരമേൽപ്പിച്ചിട്ടുണ്ട്. വിശ്വസ്തരായ കാര്യസ്ഥന്മാരായി തീരുവാൻ അവൻ നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുമ്പോൾ അത് ജ്ഞാനത്തോടെ നിർവഹിച്ച് ദൈവരാജ്യ മഹത്വത്തിനായി അവസാന നാളിൽ അവനോടൊപ്പം ചേരുന്ന ജീവിതങ്ങളായി നമുക്ക് മാറേണ്ടതുണ്ട്. മനുഷ്യപുത്രൻ നീതിമാന്മാരെ ദുഷ്ടന്മാരിൽ നിന്ന് അവരുടെ പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി വേർതിരിക്കുന്ന അന്തിമ വിധിയെക്കുറിച്ചും ക്രിസ്തു ഇവിടെ വിവരിക്കുകയാണ്. നിസ്സഹായരായവരെ ചേർത്ത് പിടിക്കുമ്പോൾ നാം ക്രിസ്തു സ്നേഹത്തിന്റെ വാഹകരായി മാറും. നിത്യജീവന്റെ അനുഭവത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നീതിമാന്മാരായി നാം ജീവിക്കണം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാമെന്ന് യജമാനൻ പറയുന്നത് കേൾക്കുന്ന ദിവസത്തിനായി നമുക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കാം. ക്രിസ്തു ആഗ്രഹിക്കുന്ന ജീവിതത്തിന്റെ ഉടമകളായി മാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. സർവശക്തൻ അതിന് നമ്മെ സഹായിക്കട്ടെ.